കൊച്ചി കരകപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളെ ഇടിച്ചു തെറിപ്പിച്ചു. റോങ് സൈഡിൽ വന്ന കാർ 3 സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. ഒരാൾക്ക് പരിക്കുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിപിൻ സി വിജയൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഇതാരാണ് ഈ അപകടമുണ്ടാക്കിയത്? ഈ പരിക്ക് പറ്റിയവരുടെ നില എങ്ങനെയാണ് വിപിൻ? ഉന്മേഷ്, കറുകപ്പിള്ളിയിൽ 3:30 ശേഷമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. റോങ് സൈഡിൽ കാർ വന്ന് 3 സ്കൂട്ടറും ബൈക്കുകളെയും ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. 3 യാത്രക്കാർക്കും ഇതിൽ പരിക്കുണ്ട്. അതിൽ ഒരാൾക്ക് ഒരു ഗുരുതര പരിക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന ആൾ പെട്ടെന്ന് അത് ഉറക്കം വന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ബ്ലാക്ക് ഔട്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഈ കൊച്ചി സ്വദേശിയായിട്ടുള്ള കാർ ഡ്രൈവർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരാളുടെ നില അല്പം സീരിയസ് ആണ്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഈ കാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ സ്കൂട്ടറിൽ നിന്ന് എടുത്ത് ചാടിയതുകൊണ്ട് വലിയ ഒരു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് റോങ് സൈഡിലേക്ക് കയറി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ 3 സ്കൂട്ടറുകളെയും ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ഇത് വ്യക്തമാണ് വിപിൻ. ആ വാഹനം അത് റോങ് സൈഡിലാണ് വരുന്നത്. ഈ അപകടമുണ്ടാക്കിയ ആൾ ആരാണ്? പോലീസ് അത്തരം വിവരങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ടോ വിപിൻ? കൊച്ചി സ്വദേശി തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഉറക്കം വന്നു എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിന്റെ ഒരു മൊഴി എന്നുള്ളതാണ്. അതാണ് ഈ ഒരു കൂട്ടയിടിയിൽ കലാശിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു നിയന്ത്രണം തെറ്റുകയും പിന്നീട് അത് റോങ് സൈഡിലേക്ക് മാറുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. കൊച്ചി സ്വദേശി തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എവിടെയുള്ള ആളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരിക്കേറ്റവരുടെ ഒരാളുടെ അയാളെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മറ്റ് 2 പേർക്കും വലിയ പരിക്കില്ല എന്നുള്ളത് കൂടിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ സ്ഥലത്ത് മറ്റ് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു പരിക്ക് ഒഴിവായി എന്ന് പറയാം. ഈ യാത്രക്കാർക്ക് ഒഴിച്ച് മറ്റാർക്കും തന്നെ അവിടെ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് പറയാം. അത്രയും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരിക്കുന്നത്. ഉന്മേഷ്, വിപിൻ, ഇപ്പോൾ ഈ വാഹനം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇത് ഓടിച്ച ആൾ പോലീസ് സ്റ്റേഷനിലാണോ ഇപ്പോൾ? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. വാഹനം പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഈ ഇടിച്ചതിന് ശേഷം അവിടെ അത് തടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പോലീസ് എത്തുകയും ഇയാൾ തന്നെയാണ് ഈ 3 പേരെയും പിന്നീട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം പോലീസ് എത്തുകയും പോലീസിന് മൊഴി നൽകുകയുമായിരുന്നു. ഒരു ബ്ലാക്ക് ഔട്ട് സംഭവിച്ചു എന്നുള്ള രീതിക്ക് മൊഴി നൽകുകയുമായിരുന്നു. ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതിനോടകം തന്നെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി വിപിൻ. ഇത് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ കറുകപ്പിള്ളിയിൽ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഒരാൾക്ക് പരിക്കുണ്ട്. വാഹനവും ആ വ്യക്തിയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.